റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952. 1952 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത്. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഗോവ. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഗോവ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1920. 1920 ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായത്. ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ്. ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ്. അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ശ്യാമശാസ്ത്രി. ശ്യാമശാസ്ത്രിയാണ് അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. കുമരകം ബോട്ട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ്റെ പേര് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷൻ. കുമരകം ബോട്ട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ്റെ പേര് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷൻ. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം സോഡിയം. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹമാണ് സോഡിയം. പച്ചക്കറി കൃഷിയെ സംബന്ധിച്ചുള്ള പഠനശാഖ ഒലേറി കൾച്ചർ. പച്ചക്കറി കൃഷിയെ സംബന്ധിച്ചുള്ള പഠനശാഖ ഒലേറി കൾച്ചർ. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. പള്ളിവാസൽ പ്രൊജക്റ്റ് ഏത് നദിയിലാകുന്നു? മുതിരമ്പുഴ. പള്ളിവാസൽ പ്രൊജക്റ്റ് ഏത് നദിയിലാണ്? മുതിരമ്പുഴ. ലോക പുകയില വിരുദ്ധ ദിനം എന്ന്? മെയ് 31. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ഇന്ത്യ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയത് 1974. 1974 ഇന്ത്യ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയത്. രക്തം കട്ടപിടിക്കാതാകുന്ന രോഗം ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാതാകുന്ന രോഗമാണ് ഹീമോഫീലിയ. കാവേരി നദീജല തർക്കം പ്രധാനമായും ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടക, തമിഴ്നാട്. കാവേരി നദീജല തർക്കം പ്രധാനമായും ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടക, തമിഴ്നാട്. യുദ്ധവും സമാധാനവും എന്ന പുസ്തകം എഴുതിയത് ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയിയാണ് യുദ്ധവും സമാധാനവും എന്ന പുസ്തകം എഴുതിയത്. ബിഷപ്പ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. ബിഷപ്പ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇംഗ്ലീഷ് സാഹിത്യകാരൻ ആര്? റുഡ്വാർഡ് കീപ്ലിംഗ്. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇംഗ്ലീഷ് സാഹിത്യകാരനാണ് റുഡ്വാർഡ് കീപ്ലിംഗ്.